ഓ ആ ചേച്ചി ഒരു ഇച്ചര കുഴപ്പാ. അത് അച്ഛൻ എങ്ങനെ മനസ്സിലായി? മോങ്ങണ്ടൂടി വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നുമുണ്ട്, അത് കാണിക്കട്ടെ. ഞങ്ങൾക്ക് അത്ര അതിന് വിശ്വാസം പോരാ. ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല. ചേച്ചിയുടെ മൊത്തത്തിലുള്ള ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്കും തോന്നി ഇവർ തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോരോ ഹോബികളുണ്ടല്ലോ, ഇതാ അങ്ങേരുടെ ഹോബി. മുകേഷ് നല്ല പിള്ളയാണെന്നൊന്നും ഞാൻ എവിടെയും പറയത്തില്ല. മറ്റേ മുരളീധരൻ പറയുന്നതിന്റെ വിട്ട് പുള്ളി ഓടി നടന്ന് പൂശുന്ന ടീമാണ്. പക്ഷേ മഹാത്മജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന എന്നെ എല്ലാരും കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ട് നിർബന്ധിച്ച ഈ ഗതിയിലാക്കി. എന്നാലും മാത്രം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റിമേസി എനിക്ക് പുള്ളിക്കാരനോട് അന്നും ഇല്ല, എനിക്ക് ഇന്നും ഇല്ല. ചുംബനത്തിന്റെ ഒരു സ്മൈലി അതൊന്നും അയച്ചിട്ടില്ല. ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട്. എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ്. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്. എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ചെയ്യും. കേട്ടല്ലോ, പണ്ട് പ്രോമിസ് ചെയ്ത് പ്രലോഭിപ്പിച്ച് ഫ്ലാറ്റിൽ കൊണ്ട് പീഡിപ്പിച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് കിസിംഗ് ഇമോജിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാണ്? സൂപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. എനിക്ക് അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി പറഞ്ഞ സ്മൈലിയൊക്കെ അയച്ചേക്കുന്നത്. മറക്കരുത്. ഒരു സ്മൈലി ചുംബനത്തിന്റെ സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. മിനു, എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത്. നമ്മുടെ പ്രോസിക്യൂഷൻ അവിടെ അവർ സംസാരിച്ചില്ല, നല്ല ശക്തമായിട്ടും നല്ല ശബ്ദമൂർത്തി അവിടെ സംസാരിച്ചില്ല. അതെന്താണ് സംഭവം? ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ പക്ഷേ മുകേഷ് തന്നിട്ടില്ലേ? നമ്മൾ 25,000 രൂപ ആദ്യം ചോദിച്ചു, പിന്നീട് 1,00,000 രൂപ കസിൻ ചോദിച്ചു. ഒരു രൂപയും തന്നിട്ടില്ല. 1 രൂപ പോലും മിനുവിന് പുള്ളിയെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരു 5 പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പിന്നെ എനിക്ക് അന്ന് ഞാൻ മിണ്ടാണ്ടിരുന്നത് എന്റെ മക്കളുടെ ഭാവി ഓർത്ത് ഞാൻ മിണ്ടാണ്ടിരുന്നത്. എനിക്ക് അന്ന് വേണമെങ്കിൽ നല്ലതായിട്ട് പ്രതികരിക്കായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്ന്. പുള്ളിക്കാരൻ്റെ വീട്ടിലോ MLA ആയപ്പോൾ വേണമെങ്കിൽ പുള്ളി അവിടെ എനിക്ക് വേണമെങ്കിൽ ചെല്ലായിരുന്നു. പക്ഷെ ഞാൻ അന്നും സമാധാനപരമായി നീക്കുമായിരുന്നു. എനിക്ക് ചേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചതാണ്. പക്ഷെ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് താ. മെമ്പർഷിപ്പിന്റെ കാര്യം എനിക്കുള്ളായിരുന്നു. മെമ്പർഷിപ്പ് താ, അത്രേ ഉള്ളായിരുന്നു. പക്ഷെ ഇവർ തരാൻ തരില്ല. പക്ഷെ ഇന്ന് എൻ്റെ കുട്ടികൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് MBA ഒക്കെ കഴിഞ്ഞു. അവരിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കേണ്ടതായ ഒരിത് വന്നു. പിള്ളേരുടെ കാര്യം, ആ ഒരു ഉത്തരവാദിത്വം എൻ്റെ ജോലി കഴിഞ്ഞു. ഇനി സമൂഹത്തിന് വേണ്ടി, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖംമൂടി എല്ലാം ഞാൻ എടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഞാൻ ഇനി എല്ലാ സത്യവും ഞാൻ പറയാൻ തീരുമാനിച്ചു. ഒട്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണോ നോക്കുന്നത്.